ഹായ്, വെൽക്കം ടു ക്രാക്ക് ഓൺ. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിൽ പല സംഘടനകളായി നൽകുന്ന പുരസ്കാരങ്ങളാണ്. സാഹിത്യത്തിന് നൽകുന്ന പുരസ്കാരങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. അത് കറണ്ട് അഫയറിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പുരസ്കാരങ്ങൾ. നമ്മൾ പി എസ് സി നോക്കുവാണെങ്കിലും ശരി, ബാക്കി ഏത് എന്ത് നോക്കുവാണെങ്കിലും ഈ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ കറണ്ട് അഫയറിന് വെച്ച് ആദ്യം ചോദിക്കുന്ന ഒരു സെക്ഷനാണ് പുരസ്കാരങ്ങൾ. അതിൽ തന്നെ നമുക്ക് പി എസ് സിയിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, ഈ സംസ്കാരം, കലാ സംസ്കാരം, സാഹിത്യം എന്ന് പറഞ്ഞിട്ട്. ഈ സാഹിത്യത്തിൽ കൂടുതൽ ഇവർ ചോദിക്കുന്ന ഈ പുരസ്കാരങ്ങളാണ്. ഈ പുരസ്കാരങ്ങളാണ് അവർ കൂടുതൽ, കറണ്ട് അഫയറും പുരസ്കാരമാണ് ഈ സാഹിത്യം എന്ന് പറഞ്ഞ ഏരിയയിൽ അവർ കൂടുതൽ ചോദിക്കാറ്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ വരാറുള്ളൂ. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് മുക്കാലും വരുന്നത് ഈ പുരസ്കാരങ്ങൾ എന്നുള്ള ഭാഗത്തു നിന്നായിരിക്കും ഇവർ കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. അപ്പം ഈ പുരസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഇന്ന് എല്ലാ പുരസ്കാരങ്ങളും നോക്കുന്നുണ്ടോ ചോദിച്ചാൽ എല്ലാം അങ്ങനെ നമുക്ക് നോക്കിയിട്ട് തീരൂല. കാരണം ഇഷ്ടംപോലെ പുരസ്കാരങ്ങൾ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ പി എസ് സി മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പുരസ്കാരങ്ങളുണ്ട്. അതിൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് കൂടുതൽ കറണ്ട് അഫയർ ആണ്. നമ്മൾ പുരസ്കാരങ്ങൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകില്ല, പക്ഷെ കറണ്ട് അഫയർ ബേസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കാരണം കറണ്ട് അഫയർ ബേസ് ആയിട്ടാണ് ഇവർ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ പുരസ്കാരങ്ങളിൽ. ഇപ്പൊ 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരമാണ് നോക്കുന്നത്. അപ്പം എഴുത്തച്ഛൻ പുരസ്കാരം 2025 പറയുമ്പോൾ ഒന്ന് രണ്ട് ബേസിക് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ കേരള സർക്കാർ മലയാള സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഇത്, എഴുത്തച്ഛൻ പുരസ്കാരം. അത് കേരള സർക്കാരിന് സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേട്ടോ. അത് ഏർപ്പെടുത്തി, അല്ലെങ്കിൽ ഇത് തുടങ്ങിയത് എന്നാണ്? 1993 എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത്, 1993. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി ചോദിച്ചാരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള കേട്ടോ. ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ ആദ്യ വ്യക്തി. അപ്പം കേരളത്തിലെ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി അല്ലെങ്കിൽ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അത് തുടങ്ങിയത് 1993. ആദ്യമായിട്ട് നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ആദ്യമായിട്ട് നൽകിയത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത്. ഇനി നമ്മൾ കറണ്ട് അഫയറിലേക്ക് വരാം. 2024 കൊടുത്ത ആർക്കായിരുന്നു? NS മാധവനാണ് 2024 കൊടുത്തത്. NS മാധവനാണ് 2024 കൊടുത്തത്. ഇന്ന ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം 2024 NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തത്. ഇത് ആർക്കാണ്? NS മാധവന്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കണേ, കാരണം ഈ 2024 ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവര് കറക്റ്റ് കറണ്ട് അഫയർ മാത്രമായിട്ടല്ല പല വർഷത്തെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2024 പഠിച്ചു വെക്കണം. പറ്റുവാണെങ്കിൽ 2023 പഠിക്കും. പക്ഷെ ഇപ്പം നമ്മൾ 2024 പഠിച്ചാൽ മതി. കാരണം അടുത്ത വർഷം അല്ലെങ്കിൽ ഇനിയിപ്പോൾ കമ്പനി ബോർഡ് പോലുള്ള എക്സാമുകൾ കൂടുതൽ 2024, 25 കൂടുതലും ചോദിക്കുക. ഇപ്പൊ ഇവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ വെച്ചാണ്, ഏറ്റവും ലേറ്റസ്റ്റ്, ഒരു മാസം പോലും ആവാത്ത കറണ്ട് അഫയർ, ഈ എക്സാമിന് ഒരു മാസം തൊട്ട് മുമ്പ് നടക്കുന്നതിന് മുമ്പത്തെ വരെ ഇവരെന്ത് ചെയ്ത് ചോദിക്കാറുണ്ട്, ഈ കറണ്ട് അഫയർ ചോദിക്കാറുണ്ട്. അത്രയും ഇതായിട്ടാണ്, ആക്ടിവേറ്റ് ആയിട്ടാണ് ഇപ്പം PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ 2024 NS മാധവനാണ്. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് 2025 ജേതാവ്. ഇപ്പൊ 2025 ജേതാവ് KG ശങ്കരപ്പിള്ളയാണ്. ആരാണ്? KG ശങ്കരപ്പിള്ളയാണ് 2025 നേതാവ്. അദ്ദേഹം ഒരു കവിയാണ്. ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ പ്രത്യേകത വെച്ചാൽ അത് കൊടുക്കുന്ന മലയാള സാഹിത്യത്തിൽ ഒരു കൃതിക്കല്ല. അദ്ദേഹം ഒരു സമഗ്ര സംഭാവന, അത് സാഹിത്യത്തിന്റെ മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇത് എന്ത് കൊടുക്കുന്നത്? ഈ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നിൽ കൂടുതൽ തവണ ഒരാൾക്ക് കൊടുക്കൽ കുറവാണ്. കാരണം സമഗ്ര സംഭാവന എന്ന് പറയുമ്പോൾ എല്ലാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്നുള്ള ഇത് പറയില്ല, അതുപോലെ ഇതാണ് സംഭാവനയാണ്. അതായത് സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്നതാണ്. സാഹിത്യത്തിലേക്ക് അദ്ദേഹം നൽകിയുള്ള സംഭാവനകൾ എല്ലാം കൂടി ചേർത്തതിനാണ് അദ്ദേഹത്തിന് ഈ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല ഒരു പ്രത്യേകിച്ച് ഒരു കൃതിയല്ല. അപ്പൊ ആ കൃതി നോക്കണ്ട. അപ്പം സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ 2025 ജേതാവാരാണ്? KG ശങ്കരപിള്ളയാണ്. ഈ കെ ശങ്കരപിള്ള 2025 കൊടുത്ത എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം? അത് 33 ഈ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 33ാമതാണ് 2025 KG ശങ്കരപിള്ളക്കാണ്. അത് 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആരാന്ന് ചോദിക്കും, വർഷം ചോദിക്കാതെ. അങ്ങനെ ചോദിച്ചാൽ KG ശങ്കരപിള്ളയാണ്. ഇനി 32 ചോദിച്ച ആരാണ്? അത് NS മാധവൻ. 32 ചോദിച്ചാൽ NS മാധവൻ, 33 ചോദിച്ചാൽ KG ശങ്കരപിള്ളയാണ്. അപ്പൊ ഇതിന്റെ അവാർഡ് തുക എത്രയാന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് നൽകുന്നത്. പ്രശസ്തി പത്രവും ശില്പവും, അതിന്റെ കൂടെ 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപ എന്ന് ഓർത്ത് വെച്ചോളൂ. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പമാണ് നൽകുന്നത്. ഇപ്പം ആരാണ് 2025 ചെയ്തവരാണ്? KG ശങ്കരപിള്ളയാണ്. അതാണ് മെയിൻ ആയിട്ട് കറണ്ട് അഫയർ ആയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത് എന്താണ്? ആരാണ് 2025 ചെയ്തത്? അതാരാണ്? KG ശങ്കരപിള്ളയാണ്. അദ്ദേഹം ഒരു കവിയാണ്. അതായത് നൽകുന്ന മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവനയ്ക്കാണ് ഇത് നൽകുന്നത്. സാഹിത്യം നൽകി സമഗ്ര സംഭാവനയ്ക്കാണ്, ഒരു കൃതിക്കല്ല എന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ ഇത് 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് KG ശങ്കരപിള്ളയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കറണ്ട് അഫയർ ആയിട്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കറണ്ട് അഫയറിന് ഇതിനകത്ത് ഈ എഴുത്തച്ഛൻ പുരസ്കാരം എങ്ങനെ, എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, ആരൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള നമുക്ക് പിന്നീട് നമ്മൾ പുരസ്കാരങ്ങൾ നോക്കും. ഇത് നമ്മൾ നോക്കുന്ന കറണ്ട് അഫയറിൽ ഒരു ആംഗിളിലാണ് നമ്മളിപ്പം നമ്മൾ പുരസ്കാരങ്ങൾ നോക്കുന്നത്.
ഇനി അടുത്താണ് ആ വയലാർ അവാർഡ് 2025. വയലാർ 2025 വയലാർ അവാർഡാണ്. ആ 49ാമത്തെ വയലാർ അവാർഡാണ് കേട്ടോ. 49ാമത്തെ വയലാർ അവാർഡാണ് 2025 കൊടുത്തത്. അതിന്റെ ജേതാവ് ആരാന്ന് വെച്ചാൽ ഈ സന്തോഷ് കുമാറാണ്. ഈ സന്തോഷ് കുമാറാണ് 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. അത് 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ്. അത് കൃതി ഏതായിരുന്നു? തപോമയ്യയുടെ അച്ഛൻ എന്ന നോവലാണ്. തപോമയ്യയുടെ അച്ഛൻ. ഈ വയലാർ അവാർഡിന് കൃതി ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം ഒരു പ്രത്യേക കൃതിക്കാണ് കൊടുക്കുന്നത്. ലൈഫ് ടൈം ഇതിനല്ല കൊടുക്കുന്നത്. പ്രത്യേക കൃതിക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ആ കൃതിയും കൂടെ പഠിച്ചു വെക്കുക. ഏതാണ് കൃതി? തപോമയ്യയുടെ അച്ഛൻ നോവലാണ്. അത് തപോമയ്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നോവലിനാണ് ഇത് ഈ സന്തോഷ് കുമാറിന് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഈ നോവൽ 2024 പുറത്തിറങ്ങിയത്. അഭയാർത്ഥി പ്രശ്നമാണ് ഇതിന്റെ പ്രധാന വിഷയം. എന്താണ് ഈ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവര് PSC ആയതുകൊണ്ട് ഇപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ഒക്കെ അല്ലേ വരുന്നത്. ഇപ്പൊ ഈ തപോമയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നോവലിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭയാർത്ഥി പ്രശ്നമാണ് ഇതിനകത്ത് പ്രധാന പ്രമേയം കേട്ടോ. എന്താണ് അഭയാർത്ഥി പ്രശ്നമാണ് ഇതിലെ പ്രധാന പ്രമേയം. അത് 2024 പുറത്തിറങ്ങിയത്. സാധാരണ മിക്ക അവാർഡുകൾ എങ്ങനെ കൊടുക്കുക? തലേ വർഷത്തെ അവാർഡ് ഇതിന്റെ അവാർഡ് വെച്ചിട്ടാണല്ലോ പിറ്റേ വർഷം അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എല്ലാ അവാർഡുകളും പുരസ്കാരങ്ങളും കൊടുക്കുന്നത്. അപ്പം ഈ 2025 കൊടുത്ത പുരസ്കാരം 2024 ഇത് കൃതിക്കാണ് 2025 കൊടുക്കാറ്. ഇപ്പൊ 2024 ആണ് തപോമയുടെ അച്ഛൻ പുറത്തിറങ്ങിയത്. അതിനകത്ത് എന്താണ് പറയുന്നത്? അഭയാർത്ഥി പ്രശ്നമാണ് ഇതിന്റെ പ്രധാന പ്രമേയമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി വയലാർ അവന്റെ എത്രാമത്തെ പുരസ്കാരമാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 49ാമത്തെ പുരസ്കാരമാണ് കേട്ടോ. വയലാറിന്റെ അവാർഡിന്റെ 49ാമത്തെ പുരസ്കാരമാണ് ഈ സന്തോഷ് കുമാറിന് കൊടുത്തിരിക്കുന്നത്. ഇനി പുരസ്കാര തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് കേട്ടോ. 1 ലക്ഷം രൂപയും കൂടാതെ പ്രശസ്തി പത്രമായി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് ഇത് അവാർഡ് എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് പുറമെ എന്താണ്? കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഇതിന്റെ കൂടെ നൽകുന്നുണ്ട്. അത് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് പോയിന്റ് ആണ്. അതിപ്പം എന്തായാലും നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ട ജേതാവാരാണ്? ഈ സന്തോഷ് കുമാറാണ്. അത് എത്രാമത്തെയാണ്? 49ാമത്തെ അവാർഡാണ്. കൃതിയാണ് തപോമയുടെ അച്ഛൻ കേട്ടോ. ഇത് 3 മെയിൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് കറണ്ട് അഫയർ ഇതിനകത്ത് നോക്കി വെക്കേണ്ടത് ഈ 3 മെയിൻ ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ള നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം വെച്ചാൽ ഈ PSCന്റെ കാര്യം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദ്യം വരാം. അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. കാരണം ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഇനി പുരസ്കാരം സമ്മാനിക്കുന്ന തീയതി ഏതാണ്? ഈ വയലാർ അവാർഡ് പുരസ്കാരം സമ്മാനിക്കുന്ന വയലാർ രാമയുടെ ചരമദിനമായ ഒക്ടോബർ 27 ഇത് ഈ പുരസ്കാരം സമ്മാനിക്കുന്ന തീയതി. ഇനി പ്രശസ്ത കവിയായ വയലാർ രാമയുടെ ഓർമ്മയ്ക്കായിട്ടാണ് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയത്. ആരാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത് ഈ വയലാർ പുരസ്കാരം എന്ന് പറയുന്നത്. ഈ വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ എന്താണ്? 1977. അതായത് കൊടുക്കാൻ തുടങ്ങിയത് 1977 ഇത് ആദ്യമായിട്ട് കൊടുത്തത്. ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. പ്രഥമ അവാർഡ് ലഭിച്ചവർക്കാണ് ലളിതാംബിക അന്തർജനത്തിനാണ്. ഈ 2024 കേട്ടോ. അതും കൂടെ ശ്രദ്ധിച്ച് നോക്കി വെച്ചോളാം. 2024 അശോകൻ ചെരുവിലാണ് ഇത് നൽകിയത്. കഴിഞ്ഞ വർഷം, അതായത് 2007 കഴിഞ്ഞ വർഷം അശോകൻ ചെരുവിലാണ് നൽകിയത്. അത് എത്ര ആയിരിക്കും? അപ്പം ഈ വർഷം 2025 49 ആണെങ്കിൽ 2024 48ാമത്തേക്കാണ് അശോകൻ ചെരുവിലാണ്. അതും കൂടി ഒന്ന് ഓർത്തു. കാരണം ചില സമയത്ത് ഇവര് തലേ വർഷത്തെയും കൂടി ചോദിക്കാറുണ്ട്. ചില സമയത്ത് PSC അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് തലേ വർഷത്തെയും കൂടി പറഞ്ഞു കേട്ടോ. 2024 കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പം 2024 അശോകൻ ചെരുവിലാണ് കേട്ടോ. ഇനി അടുത്ത നോക്കാം. അടുത്താണ് ഓടക്കുഴൽ പുരസ്കാരം. G ശങ്കരപ്രഭുവിന്റെ സ്മരണാർത്ഥാണ് ഇത് ഗുരുവായൂർ ട്രസ്റ്റ് നൽകുന്ന അവാർഡാണ്. ഇത് നൽകുന്ന ആരാണ്? ഗുരുവായൂർ ട്രസ്റ്റ് ആണ് കേട്ടോ. ഓടക്കുഴൽ പുരസ്കാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന അവാർഡാണ്. ഈ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആരുടെ സ്മരണാർത്ഥാണ് നൽകുന്നത്? G ശങ്കരക്കുറുപ്പ്, മഹാകവിയായിട്ടുള്ള G ശങ്കരക്കുറുപ്പിൻ സ്മരണാർത്ഥായിട്ടാണ് ഓടക്കുഴൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് നൽകുന്നത്. എല്ലാ വർഷവും മലയാളത്തിലെ മികച്ച സാഹിത്യകൃതിക്കാണ് ഇത് നൽകുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു സാഹിത്യകൃതിക്കായിരിക്കും ഈ അവാർഡ് നൽകാറ്. ഇനി ഇത് തുടങ്ങിയത് എന്നാണ്? 1978 ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയത്. എന്നാണ് ആരംഭിച്ചത്? 1978 ഓടക്കുഴൽ പുരസ്കാരം ആരംഭിച്ചത്. ഇനി 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ്? K അരവിന്ദാക്ഷൻ കേട്ടോ. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ആരാണ്? ജേതാവാരാണ്? K അരവിന്ദാക്ഷൻ കേട്ടോ. K അരവിന്ദാക്ഷൻ. കൃതി ചോദിച്ചാൽ ഏതാണ്? കൃതി ഗോപയാണ് കേട്ടോ. ഗോപ എന്ന് പറഞ്ഞ നോവലാണ് കൃതി. ഗോപ എന്ന് പറഞ്ഞ നോവലാണ് കൃതി കേട്ടോ. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം. ഇത് 2024 പറയുന്നത്. 2024 കൊടുത്തത് 2025 പ്രഖ്യാപിച്ചത്. പക്ഷെ 2024 അവാർഡായിട്ടാണ് കൊടുക്കുന്നത്. കാരണം പറഞ്ഞല്ലോ, തലേ വർഷത്തെ അവാർഡായിട്ടാണ് കൊടുക്കുക. അപ്പൊ 2024 ഇപ്പം പറഞ്ഞു പോയ എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. തലേ വർഷത്തെയാണ് പറയുന്നത്. അതായത് 2025 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 അവാർഡാണ് കൊടുക്കുന്നത്. ഇപ്പൊ 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 അത് കൊടുത്തത്. 2025 ഫെബ്രുവരി 2 അതായത് സമ്മാനിക്കുന്ന തീയതി G ശങ്കരക്കുറുപ്പിന്റെ ചരമവാർഷിക ദിനമായിട്ടുള്ള ഫെബ്രുവരി 2, 2025 കൊടുത്തത്. ഇപ്പൊ 2025 തുടക്കത്തിലാണ് കൊടുത്തത്. അത് പക്ഷെ 2024 കൃതിയാണ്. അതുകൊണ്ടാണ് ഇവിടെ 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറഞ്ഞത്. അപ്പൊ ചിലർക്ക് കൺഫ്യൂഷൻ, ഇത് ലേറ്റസ്റ്റ് അല്ലല്ലോ എന്നൊരു തോന്നൽ വരണ്ട. ഇത് 2025 കൊടുത്ത അവാർഡ് തന്നെയാണ്. പക്ഷെ ഇത് 2024 ഇതായിട്ടാണ് കൂട്ടുന്നത്. ഓടക്കുഴൽ പുരസ്കാരമായിട്ടാണ് കണക്കാക്കുന്നത്. 54ാമത്തെ അവാർഡാണ് കേട്ടോ. അതൊരു കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിന്റെ പത്നിയായ യശോദ അഥവാ ഗോപ ചോദ്യം ചെയ്യുന്നതാണ് നോവലിന്റെ ഇതിവൃത്തം. എന്താണ്? ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പത്നിയായ യശോധര
അഥവാ ഗോപ, യശോധര അല്ലെങ്കിൽ ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഇത് നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. നോവലിന്റെ ഇതിവൃത്തം അതാണ് പറയുന്നത്. ഇതിന്റെ തുക, സമ്മാന തുക എത്രയാണ്? അത് 30,000 രൂപയാണ് കേട്ടോ. പ്രശസ്തി പത്രവും ശില്പവും ഉണ്ട്, അതിന്റെ കൂടെ 30,000 രൂപയാണ് ഇതിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത്. എത്രയാണ്? 30,000 രൂപ. ഈ മുൻ ജേതാവ് 2024 കൊടുത്തത്, 2023 ജേതാവാണ് 2024 കൊടുത്തത്. ഇപ്പൊ 2020 ഏതാണ്? PN ഗോപികൃഷ്ണനാണ് കേട്ടോ. PN ഗോപികൃഷ്ണനാണ് 2023 പ്രഖ്യാപിച്ചത്. 2023 2024 പ്രഖ്യാപിച്ചു കൊടുത്തു. ഇപ്പൊ 2024 ആരാണ്? 2024 നമ്മുടെ കെ അരവിന്ദാക്ഷനാണ്. കെ അരവിന്ദാക്ഷൻ 2024 54ാമത് ഓർഡർ പുരസ്കാരം. പക്ഷെ അത് കൊടുത്തതെന്നാണ് 2025 കൊടുത്തത്. അപ്പൊ അത് മാറിപ്പോയത് കേട്ടോ. അടുത്ത ONV സാഹിത്യ പുരസ്കാരം 2025. 2025 നൽകിയത് 9ാമത്തെ സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം 9ാമത്തെ പുരസ്കാരമാണ് നൽകിയത്. ജേതാവ് N പ്രഭാവർമ്മ. ആരാണ് ജേതാവ്? ജേതാവ് N പ്രഭാവർമ്മ. അദ്ദേഹം കവി, ചലച്ചിത്ര രചയിതാവാണ് കേട്ടോ. കവിയും ചലച്ചിത്ര രചയിതാവാണ്. ആ ഇതിൽ പ്രശസ്തനാണ് അദ്ദേഹം. ഇപ്പോൾ ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ഈ പുരസ്കാരം സാഹിത്യ രംഗത്തിനാണ്. ഇപ്പോൾ സാഹിത്യ രംഗത്തെ മികച്ച കൃതിക്കുള്ള പുരസ്കാരമാണ്. സാഹിത്യ രംഗത്ത് മികച്ച കൃതിക്കുള്ള പുരസ്കാരമാണ് ഇത് ONV കൾച്ചറൽ അക്കാദമി നൽകുന്നത്. ഈ പുരസ്കാരം നൽകുന്നത്. പുരസ്കാര തുക 3 ലക്ഷം രൂപ, ശില്പം, പ്രശസ്തി പത്രം എന്നിവയാണ് കേട്ടോ. എന്തൊക്കെയാണ്? പുരസ്കാര തുക 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും എന്ന് ഉൾപ്പെടുന്നു. ഇനി 2024 ഇനിയിപ്പോൾ സമീപകാലത്ത്, അതായത് ഇതിന് മുമ്പ് കൊടുത്താണ് പറയുന്നത്. 2024 പ്രതിഭ റായിക്കും 2023 ഈ സി രാധാകൃഷ്ണനും കേട്ടോ. സി രാധാകൃഷ്ണൻ 2023 സി രാധാകൃഷ്ണനും 2024 പ്രതിഭ റായ് ഒഡീഷ സാഹിത്യകാരിയാണ്. പ്രതിഭ റായ് ഒഡീഷ സാഹിത്യകാരിയാണ്. പ്രതിഭ റായ്ക്കാണ് 2024 കൊടുത്തത്. 2023 സി രാധാകൃഷ്ണനാണ് കൊടുത്തത്. ഈ 2025 ജേതാവ് N പ്രഭാവർമ്മയാണ് കേട്ടോ. ONV സാഹിത്യ പുരസ്കാരം 2025 9ാമത്തെയാണ്. അതാരാണ്? ജേതാവ് N പ്രഭാവർമ്മയാണ് കേട്ടോ. N പ്രഭാവർമ്മ. ഇനി അടുത്ത മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025. അതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാഹിത്യ പുരസ്കാരമാണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുള്ളതാണ്. അപ്പൊ 2025 25ാമത്തെ സാഹിത്യ പുരസ്കാരമാണ് നൽകുന്നത്. ഇപ്പൊ ജേതാവ് ആരാണ്? 25 ജേതാവ് സാറ ജോസഫാണ്. 24ലാണ് 25 കൊടുക്കുന്നത്. അപ്പം ജേതാവ് ആരാണ്? സാറ ജോസഫാണ് കേട്ടോ. സാറ ജോസഫാണ് ജേതാവ്. പുരസ്കാര തുക 3 ലക്ഷം രൂപ, പ്രശസ്തി പത്രം, MV ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നുണ്ട്. ആരാണ് രൂപകൽപ്പന ചെയ്ത്? MV ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് ഇത് പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി സാറ ജോസഫ് മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളിലൂടെ സാമൂഹിക വിഷയങ്ങളിൽ നൽകിയ ധീരമായ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം. എന്താണ്? സാറ ജോസഫ് മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളിലൂടെ സാമൂഹിക വിഷയങ്ങളിൽ നൽകിയ ധീരമായ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത് കേട്ടോ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നൽകിയത് സാറ ജോസഫിന് ഈ സാഹിത്യ പുരസ്കാരം നൽകിയത് കേട്ടോ. അപ്പൊ ഇനി മുൻ ജേതാക്കൾ, അതായത് 2023 ജേതാവ് എന്ന് വെച്ചാൽ അത് 2024 കൊടുത്തത്. 2023 ജേതാവ് 2024 കൊടുത്തത് പോൾ സക്രിയയ്ക്ക്. 2022 അതായത് 2023 കൊടുത്തത് സേതുവിന്. അപ്പൊ ഈ സാറ ജോസഫ് എപ്പോഴത്തേക്ക് 2024 2025 കൊടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പം 2023 എന്ന് പറയുമ്പോൾ 2024 പോൾ സക്കറിയ, 2024 അതായത് 2023 സേതു. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത് നമ്മൾ വർഷങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻ ആവരുത്. ഇവരുദ്ദേശിക്കുന്നത് 2023 ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2025 കൊടുത്തതെന്ന് ചോദിക്കുക. 2025 ജേതാവെന്നായിരിക്കില്ല കൂടുതലും ചോദിക്കുക. 2024 ആർക്കാണ് കിട്ടിയതെന്നായിരിക്കും ചോദിക്കുക. 2024 പുരസ്കാരം ആർക്കാണ് കിട്ടിയത്, 2025 ആർക്കാണ് കൊടുത്തതെന്നായിരിക്കും ചോദിക്കുക. അങ്ങനെയൊക്കെ വരുന്നത്. അത് ശ്രദ്ധിച്ചു വേണം. ആ ചോദ്യത്തിന്റെ വർഷം വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. അവർ വർഷം വെച്ചിട്ട് ഇപ്പൊ അങ്ങനെ ചോദിക്കൽ കുറവാണ്. കാരണം ഇങ്ങനെ ഒരു കൺഫ്യൂഷന്റെ പ്രശ്നം വരുന്നതുകൊണ്ട് വർഷം വെച്ചിട്ട് ഇപ്പൊ അവർ ചോദിക്കൽ കുറവാണ്. അവർ കൂടുതൽ നമ്പർ വെച്ചിട്ട്, അതായത് പുരസ്കാരം എത്രാമത്തെ പുരസ്കാരമാണെന്നുള്ളത് വെച്ചിട്ടായിരിക്കും ചോദിക്കാറ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. കാരണം ഇത് പലർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് ഈ പുരസ്കാരം മാതൃഭൂമി മാത്രമല്ല, സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ടോ ആൻസർ ചെയ്യാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. ചാടി കയറി ആൻസർ ചെയ്യരുത്. ഇനി ഹരിവരാസന പുരസ്കാരം. പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്നതാണ് ഹരിവരാസന പുരസ്കാരം. ഹരിവരാസന പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ് കേട്ടോ. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രമാണ് എന്ത് പുരസ്കാരം എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും. ഇത് സമ്മാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ മകരവിളക്ക് ദിവസമായ കേട്ടോ. മകരവിളക്ക് 2020 ജനുവരി 15 2020 മകരവിളക്ക്. അന്നാണ് 2025 പുരസ്കാരം നൽകിയത്. സാധാരണ മകരവിളക്ക് ദിവസത്തിലാണ് ഈ ഹരിവരാസന പുരസ്കാരം സാധാരണ കൊടുക്കാറ്. ഇനി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം, അതായത് തുടങ്ങിയത് 2012 ഇത് കൊടുക്കാൻ തുടങ്ങിയത്. ഹരിവരാസന പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത് 2012. ഈ 2023 പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ് കേട്ടോ. 2023 ലഭിച്ച ശ്രീകുമാരൻ തമ്പിക്ക്. 2024 ലഭിച്ച വീരമണി ദാസന്. 2025 അതായത് ജനുവരി 15 ലഭിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കേട്ടോ. ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ് 2025 പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട്
ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ ഹരിവരാസന പുരസ്കാരം അടുത്ത 2026 വരും. കാരണം ഇനിയിപ്പോൾ ഒരു മാസം കൂടെ ഉള്ളൂ 2025 കഴിയാനായിട്ട്. ജനുവരിയിലും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. കാരണം ജനുവരിയിലാണ് സാധാരണ ഇത് ഹരിവരാസന പുരസ്കാരം ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ അത് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുക. കാരണം നമ്മൾ എപ്പോഴും ഈ കറണ്ട് അഫയർ എപ്പോഴും ഈ പുരസ്കാരങ്ങളടക്കം എല്ലാം നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് പോകും. കാരണം ഇപ്പോൾ ഞാൻ ഇതായിരുന്നു പഠിച്ചു വെച്ചത്. പക്ഷേ ചോദ്യം വന്നപ്പോൾ ആൻസർ ഇതായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കറണ്ട് അഫയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. ഇപ്പം ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബീറ്റ് ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബീറ്റ് ഫോറസ്റ്റിലേക്കാണ് ഇത് വരുന്നത്. അത് ശേഷം വരുന്ന എക്സാമുകളെല്ലാം തന്നെ അടുത്ത വർഷമാണ് വരുന്നത്. കൂടുതലും ഇനി എക്സാമുകൾ മെയിൻ എക്സാമുകളൊക്കെ വരുന്നത് ഈ ചെറിയ ചെറിയ എക്സാമുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതല്ലാതെ മെയിനായിട്ട് PSC ഒരുപാട് വേക്കൻസികളുള്ള മെയിൻ വലിയ എക്സാമുകളൊക്കെ വരുന്നത് 2026 അങ്ങനെ വരുമ്പോൾ 2026 ഈ ഹരിവരാസന പുരസ്കാരം ചോദിക്കാനുള്ള സാധ്യത 26 പുരസ്കാരമാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ അത് 2026 പ്രഖ്യാപിക്കുകയുള്ളൂ. 2026 കൊടുക്കുന്നത്. അത് അടുത്ത വർഷമാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഒരു മാസം കൂടി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2025 പുരസ്കാരം കഴിഞ്ഞ് 2026 ആർക്കാണ് കിട്ടാൻ പോകുന്നത് പറയാൻ ഓർത്തിരിക്കണം കേട്ടോ. 2025 ആർക്കാണ് പുരസ്കാരം ലഭിച്ചത്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ് കേട്ടോ. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ് 2025 പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാടിനാണ് 2025 പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് തകഴി സാഹിത്യ പുരസ്കാരമാണ്. തകഴി സാഹിത്യ പുരസ്കാരം 2025 ജേതാവ് KP സുധീര കേട്ടോ. KP സുധീരയാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന്റെ ജേതാവ്. ആരാണ്? KP സുധീര. പുരസ്കാര തുക എന്ന് പറയുന്നത് 50,000 രൂപ പുരസ്കാര തുക, പ്രശസ്തി പത്രവും ശില്പമാണ് നൽകുന്നത്. എന്താണ്? 50,000 രൂപയും പുരസ്കാര തുകയും പ്രശസ്തി പത്രമാണ് നൽകുന്നത്. 50,000 രൂപ പുരസ്കാര തുകയും പ്രശസ്തി പത്രവും ശില്പമാണ് നൽകുന്നത്. ഇനി സമ്മാനിക്കുന്ന തീയതി തകഴിയുടെ ചരമദിനമായ ഏപ്രിൽ 10 കേട്ടോ. തകഴിയുടെ ചരമദിനമായിട്ടുള്ള ഏപ്രിൽ 10 സമ്മാനിക്കുന്നത് ഈ തകഴി സാഹിത്യ പുരസ്കാരം. ഇനി മുൻ ജേതാക്കൾ, അത് 2024-23 ജേതാക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ 2023 M മുകുന്ദനും 2024 MK സാനുവായിരുന്നു. 2024 MK സാനുവും 2024 M മുകുന്ദനുമാണ് കേട്ടോ. ഇപ്പൊ 2025 ജേതാവ് KP സുധീര, 2024 M മുകുന്ദൻ, 2024 MK സാനു എന്നിവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പം ഇത് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. കാരണം ഈ 3 പേരുടെ പേര് കറക്റ്റായിട്ടൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഒന്ന് 2024 KP സുധീര, 2024 MK സാനു, 2024 M മുകുന്ദൻ. ഇനി പത്മപ്രഭ പുരസ്കാരം 2025 പുരസ്കാരം ലഭിച്ചവർക്കാണ്. പത്മപ്രഭ പുരസ്കാരം 2025 ലഭിച്ചവർക്കാണ്. അത് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് കേട്ടോ. ആർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ലഭിച്ചത്. സമ്മാനം 75,000 രൂപയാണ് കേട്ടോ. 75,000 രൂപ, പ്രശസ്തി പത്രം, പത്മരാഗ കല്ല് പതിച്ച ഫലകം. എന്താണ്? പത്മരാഗ കല്ല് പതിച്ച ഫലകം. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് പത്മരാഗ കല്ല് പതിച്ച ഫലകം നൽകുന്ന പുരസ്കാരം ഏതാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. കാരണം ഇപ്പം ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം PSC കൂടുതലെടുത്ത് ചോദിക്കുന്നത്. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ അത്ര നന്നായിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇപ്പം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം 75,000 രൂപ, പ്രശസ്തി പത്രവും പത്മരാഗ കല്ല് പതിച്ച ഫലകമാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ ഉണ്ടോ? ആർക്കാണ് ലഭിച്ച? ആലങ്കോട് ലീലാകൃഷ്ണന്. ഇനി പുരസ്കാരം ഏർപ്പെടുത്തിയത് MK പത്മപ്രഭ ഗൗഡരുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ മകൻ MP വീരേന്ദ്രകുമാർ ഏർപ്പെടുത്തിയത്. MP വീരേന്ദ്രകുമാറാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പത്മപ്രഭ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി 1996 സ്ഥാപിതമായതാണ് കേട്ടോ പത്മപ്രഭ പുരസ്കാരം. എപ്പോഴാണ്? 1996 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. 1996. ഈ 2023 സുഭാഷ് ചന്ദ്രനും 2024 റഫീഖ് അഹമ്മദിനും. ആർക്കാണ്? 2024 റഫീഖ് അഹമ്മദിനും 2024 സുഭാഷ് ചന്ദ്രനുമാണ് കേട്ടോ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? 2021 സുഭാഷ് ചന്ദ്രനും 2024 റഫീഖ് അഹമ്മദിനും ലഭിച്ചിട്ടുണ്ട്. 2025 ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പത്മപ്രഭ പുരസ്കാരം എത്രയാണ്? മെയിനായിട്ട് എന്താണ്? 2025 ലഭിച്ച ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 75,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ഇതിന് ഏർപ്പാടാക്കിയതാണ് MV വീരേന്ദ്രകുമാർ തന്റെ അച്ഛനായിട്ടുള്ള MK പത്മപ്രഭ ഗൗഡരുടെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ. MK പത്മപ്രഭ ഗൗഡരുടെ ഓർമ്മയ്ക്കായിട്ട് MV വീരേന്ദ്രകുമാറാണ് ഈ പുരസ്കാരം ഏർപ്പാടാക്കിയിട്ടുള്ളത്. 1996 ഇത് സ്ഥാപിച്ചത്. 2023 സുഭാഷ് ചന്ദ്രൻ, 2024 റഫീഖ് അഹമ്മദിന് ഇത് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് കണക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഇത് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. അത് പ്രഖ്യാപിച്ചത് 2025 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചത് 2025 ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഓരോ വിഭാഗത്തിനും ഇത് കൊടുക്കുന്നുണ്ട്, അവാർഡ് കൊടുക്കുന്നുണ്ട്. ഓരോ വിഭാഗത്തിനായിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. അതായത് നോവല്, കവിത, ചെറുകഥ, നാടകം. അപ്പം 2025 ഇത് മെയിൻ ആയിട്ട് കറണ്ട് അഫയർ മാത്രമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേരള സാഹിത്യ അക്കാദമി അവാർഡുകളെ പറ്റി പോകുന്നില്ല. അത് നമ്മൾ കേരള സാഹിത്യ അക്കാദമി അങ്ങനെയൊക്കെ നമ്മൾ ഫോക്ലോൺ അക്കാദമി അങ്ങനെ ഓരോ അക്കാദമികളെ പറ്റി നമുക്ക് ഇനി ഒരു ക്ലാസ് വരുന്നുണ്ട്. സംസ്കാരം എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കലകൾ എന്ന് പറഞ്ഞ സീരീസ് ചെയ്ത പോലെ കലകളിൽ 1-2 കൊല്ലം കൂടി ക്ലാസ് കൂടി വരും. അപ്പോൾ അതുപോലെ ഇനി ഇതിനകത്ത് ഈ അക്കാദമികൾ ഇങ്ങനെയുള്ള ഇതായിട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇനി സീരീസ് അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനൽ ഉണ്ടാവും. അപ്പം
അതിനകത്ത് നമ്മൾ കേരള സാഹിത്യ അക്കാദമിയും പറ്റി നമ്മൾ വിശദമായിട്ട് ക്ലാസ് എടുക്കും. അതിനകത്ത് ഈ അവാർഡുകളെ പറ്റി നല്ല രീതിയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത് കറണ്ട് അഫയർ ബേസ് ആയിട്ട് മാത്രം നോക്കുക. 2025 ഇത് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ആർക്കൊക്കെയാന്ന് നോക്കാം. ഒന്ന് നോവലിന് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? GR ഇന്ദുഗോപന്. ആർക്കാണ്? GR ഇന്ദുഗോപനാണ്. ആനോ എന്ന നോവലിനാണ് കേട്ടോ. ആനോ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഏതാ നോവല്? ആനോ എന്ന നോവല്. ഇനി കവിത ചോദിച്ചാലോ? കവിത അനിത തമ്പിക്കാണ്. മുരിങ്ങ വാഴ കറിവേപ്പ്. എന്താണ്? മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് ലഭിച്ചത് കേട്ടോ. അനിത തമ്പിക്കാണ് മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് ലഭിച്ചത്. എന്താണ്? മുരിങ്ങ വാഴ കറിവേപ്പ്. ഇനി ചെറുകഥ ഷിനിലാലിനാണ് കേട്ടോ. ചെറുകഥ ആർക്കാണ്? ഷിനിലാലിനാണ് ചെറുകഥയ്ക്ക് കിട്ടിയത്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. എന്താണ്? ഗരിസപ്പ അരുവി അഥവാ ഒരു ചെറിയ ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് ഇത് ഷിനിലാലിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത്. ഈ നാടകം ചോദിച്ചാൽ ശശിധരൻ നടുവിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നാടകമാണ് പിത്തള ശലഭം എന്നാണ് നാടകം. അവാർഡ് ലഭിച്ച നാടകം ഏതാണ്? പിത്തള ശലഭമാണ്. വ്യക്തി ആരാണ്? ശശിധരൻ നടുവിൽ. ഇനി സാഹിത്യ വിമർശനത്തിന് ആരാണ്? ദിലീപനാണ്. ദിലീപൻ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന നോവലിനാട്ടോ. ഏതാണ്? വിമർശനത്തിന്. അതായത് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന സാഹിത്യ വിമർശനത്തിനാണ് ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി ജീവചരിത്രം അല്ലെ ആത്മകഥയ്ക്ക് ഡോക്ടർ കെ രാജശേഖരൻ നായർക്കാണ് കേട്ടോ. ഞാൻ എന്ന ഭാവം എന്ന ജീവിതത്തിനാണ് ഡോക്ടർ കെ രാജശേഖരൻ നായർക്ക്. ഇതാർക്കാണ്? ഡോക്ടർ കെ രാജശേഖരൻ നായർക്ക്. ഇനി വൈജ്ഞാനിക സാഹിത്യം പി ദീപക്. വൈജ്ഞാനിക സാഹിത്യം ആർക്കാണ്? പി ദീപക്കിനാണ്. നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന കൃതിക്കാണ്. അതാണ് നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന കൃതിക്കാണ് പി ദീപക്കിന് വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി ബാലസാഹിത്യ വിഭാഗത്തിലാണെങ്കിൽ EN ഷീജയ്ക്കാണ്. EN ഷീജയ്ക്ക് അമ്മ മണമുള്ള കനിവുകൾ. എന്താണ്? അമ്മ മണമുള്ള കനിവുകളാണ് എന്താണ് ബാലസാഹിത്യം എന്ന് പറയുന്നത്. അത് ആരാണ് രചിച്ചത്? EN ഷീജയാണ്. അപ്പൊ EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ എന്ന ബാലസാഹിത്യത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഹാസ്യ സാഹിത്യം നിരഞ്ജനാണ്. ഹാസ്യ സാഹിത്യം നിരഞ്ജനാണ്. കേരളത്തിന്റെ മൈതാത്മകത അല്ലെങ്കിൽ വറുത്തരച്ച ചരിത്രത്തോടൊപ്പം. എന്താണ്? കേരളത്തിന്റെ മൈതാത്മകത അല്ലെങ്കിൽ വറുത്തരച്ച ചരിത്രത്തോടൊപ്പം. അത് ഹാസ്യ സാഹിത്യമല്ല. അപ്പം അതിന്റെ പേരിന് ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പൊ നിരഞ്ജൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിന്റെ മൈതാത്മകത അല്ലെങ്കിൽ വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന കൃതിക്കാണ് ഇത് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത വിവർത്തനത്തിനാണ് ചിഞ്ചു പ്രകാശൻ കേട്ടോ. ചിഞ്ചു പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് അവാർഡ് ലഭിച്ചത്. ചിഞ്ചു പ്രകാശിനാണ് വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും വിഭാഗത്തിലാണ് മെയിൻ ആയിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നോവൽ GR ഇന്ദുഗോപൻ ആനോ എന്ന് പറഞ്ഞ നോവല്. കവിത അനിത തമ്പി മുരിങ്ങവാഴ കറിവേപ്പ്. ചെറുകഥ ഷിനിലാല്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഈ നാടകം ചോദിച്ചാൽ ശശിധരൻ നടുവിൽ. പിത്തള ശലഭം എന്ന് പറഞ്ഞ കൃതിക്കാണ്ട്. പിത്തള ശലഭം എന്ന് പറഞ്ഞ കൃതിക്ക്. ഇനി സാഹിത്യ വിമർശനമാണെങ്കിൽ ദിലീപനാണ് കേട്ടോ. ദിലീപൻ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞ നോവലാണ്. ഇനി ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഡോക്ടർ കെ രാജശേഖരൻ നായർ. ആരാണ്? ഡോക്ടർ കെ രാജശേഖരൻ നായരാണ്. ഞാൻ എന്ന ഭാവം എന്നുള്ളതിന് നോവലുണ്ട്. ഞാൻ എന്ന ഭാവം എന്നുള്ളതിന് ആത്മകഥയ്ക്കാണ്. ഇനി വൈജ്ഞാനിക സാഹിത്യം പി ദീപക്. നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ആ കൃതിക്കാണ് പി ദിലീപിന് കിട്ടിയത്. ഇനി ബാലസാഹിത്യം EN ഷീജ അമ്മ മണമുള്ള കനിവുകൾ. എന്താണ്? അമ്മ മണമുള്ള കനിവുകൾ. ഇനി ഹാസ്യ സാഹിത്യം ആണെങ്കിലോ നിരഞ്ജൻ. കേരളത്തിന്റെ മൈതാത്മകത അല്ലെങ്കിൽ വറുത്തരച്ച ചരിത്രത്തോടൊപ്പം. വിവർത്തനോ ചിഞ്ചു പ്രകാശ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്നത്. പുരസ്കാരങ്ങൾ ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് PSC എടുത്തു ചോദിക്കുന്നത് PSC കൂടുതലായിട്ട് കണ്ടുവരുന്ന കുറച്ച് പുരസ്കാരങ്ങൾ കറണ്ട് അഫയർ ആയിട്ട് ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പൊ ഇതുപോലത്തെ നല്ല ക്ലാസ്സുകൾ ഇനിയും കാണാം. താങ്ക്